ഹലോ, വെൽക്കം ബാക്ക്. അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി എന്ത് സ്പെഷ്യൽ ചെയ്യാൻ ഇരുന്നപ്പോൾ എനിക്കൊരു കൊതി വന്ന് കപ്പയും മീൻ കറിയും കഴിക്കാൻ വേണ്ടി. ഞങ്ങൾ ഇതുവരെ ചോറും മീൻ കറിയും കഴിച്ചില്ല നോമ്പ് തുടങ്ങിയ തൊട്ട്. പിന്നെ നോക്കിയപ്പോൾ വീട്ടിൽ കപ്പയും ഇല്ല, മീനും ഇല്ല. പിന്നെ എൻ്റെ പെണ്ണ് കാറെടുത്തിട്ട് പോയി ഒറ്റയ്ക്ക് ലുലുവിൽ കപ്പയും മീനും വാങ്ങിച്ചിട്ട് വന്നിട്ട് വീട്ടിലിരുന്ന് എല്ലാം മസാലയും റെഡി ചെയ്ത് അവളാണ് ഈ കപ്പയും മീനും വെച്ച് നമുക്ക്. നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള കപ്പയും മീനും നമുക്ക് ഇന്ന് കിട്ടി. അപ്പോൾ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയുടെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല മുളകിട്ട മത്തിക്കറിയാണ്. അതിന് വേണ്ടി തക്കാളി, പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നല്ലപോലെ ചൂടായി നമുക്ക് കടുക് പൊട്ടിച്ച് ആവശ്യത്തിന് കറിയിലേക്കും കൂടെ ഇട്ട് പിന്നെ നേരത്തെ ചതച്ച് വെച്ച ആ മിക്സും കൂടെ ആഡാക്കി നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കാം. അതിനുശേഷം ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. അതുകൂടെ ഇട്ട് നല്ലപോലെ വാട്ടിയെടുത്ത ശേഷം എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടെ ആഡാക്കി നല്ലപോലെ തിളക്കണം. നല്ലപോലെ തിളച്ച ശേഷം നമുക്ക് ആ പുളിവെള്ളത്തിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ വാളംപുള്ളിയുടെ കഷ്ണങ്ങളും ആഡാക്കി കൊടുത്തിട്ട് മീനും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ നമ്മുടെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈവനിങ് സ്നാക്കിന് വേണ്ടി കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒണിയനൊക്കെ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സോൾട്ടും ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം കറി ലീഫും ബീൻസും ക്യാരറ്റും അതുകൂടെ ആഡാക്കി നല്ലപോലെ വാട്ടിയെടുക്കാം. അതിനുശേഷം അതിലേക്കുള്ള മസാല നമുക്ക് ചേർത്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്രയേ യൂസ് ആക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കാം. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത് വെച്ച ചിക്കനും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതുകൂടെ ആഡാക്കി നല്ലപോലെ മിക്സാക്കി എടുത്ത് നമുക്ക് വയ്ക്കാം. ഞാനിവിടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ യൂസ് ആക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൊടി നമുക്ക് ആഡാക്കി കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഇതാക്കി എടുത്ത ശേഷം നമുക്ക് ഓരോ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. സൈഡിൽ ഇവിടെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്, മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്കതിൽ മുക്കി നമുക്ക് ഓരോ കട്ട്ലറ്റും റെഡി ചെയ്ത് എടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇന്ന് ഞാൻ എല്ലാ കട്ട്ലറ്റും യൂസ് ആക്കുന്നില്ല. കുറച്ച് ഞാൻ ഫ്രീസറിൽ സ്റ്റോറാക്കി വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്ത് പൊരിച്ചെടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള കട്ട്ലറ്റ് മാത്രമേ ഞാൻ ഇന്ന് റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഫുൾ എണ്ണയിൽ വറുത്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സെമി ആയിട്ട് മാത്രമേ ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്. നെക്സ്റ്റ് ഞാൻ ഇനി കപ്പയാണ് റെഡി ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ കഴുകിയെടുത്ത് കട്ടാക്കി എടുത്തിട്ടുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് നമുക്ക് വിസിൽ വരണം റെഡിയാക്കി എടുക്കാം. അത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി. പിന്നെ കുറച്ച് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കിണ്ടി എടുത്തതാണ്. അതിനുശേഷം ഞാൻ താളിച്ചും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ക്ലിപ്പിങ്സ് എടുക്കാൻ വിട്ടുപോയതാണ്. ആ അരച്ചതൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി ചേർത്താൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുക. നെക്സ്റ്റ് ഞാൻ കുറച്ച് മത്തി മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് എല്ലാം എടുത്ത് നമുക്കിനി സെറ്റാക്കി വെക്കാം. എല്ലാം ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാങ്ക് വിളിക്കാൻ 5 മിനിറ്റോളം മാത്രം ബാക്കിയുള്ളൂ. നമുക്കിനി ഇതെല്ലാം ടേബിളിലൊന്ന് സെറ്റാക്കി വെക്കണം. അതുകൊണ്ട് ബാക്കിയുള്ളൂ. ഇവിടെ ഞാൻ കട്ട്ലറ്റ്, ഫ്രൂട്ട്സ്, മത്തി ഫ്രൈ, മത്തി മുളകിട്ടത്, കപ്പ, ജ്യൂസ് എല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്കൊക്കെ കൊടുത്തു. എൻ്റെയൊക്കെ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇക്കാക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇക്ക നല്ലപോലെ കഴിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ നോമ്പ് ടൈമിൽ കപ്പയും മീനും കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.
ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.